ലോക ഫുട്ബോളിൽ ഒരുപാട് ഇതിഹാസങ്ങൾ രചിച്ച ഒരു ഫുട്ബോൾ ടീമുണ്ട്, ബ്രസീൽ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ടീം, ഒരുപാട് ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയ ടീം. പക്ഷേ ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചിന്തിക്കാൻ കൂടി വയ്യ. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കൃത്യമായി പറഞ്ഞാൽ ബ്രസീൽ ആരാധകർക്ക് വളരെയേറെ വിഷമമുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയട്ടെ, ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞു ചാനലാണ്, ഞാനൊരു കറകളഞ്ഞ ബ്രസീൽ ആരാധകനാണ് എന്ന് പറഞ്ഞ് അർജന്റീനയോ മറ്റു ടീമിനോ ഇഷ്ടമല്ല എന്നല്ല അർത്ഥം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ്. പക്ഷേ ബ്രസീൽ ഇത്തരത്തിലുള്ള തകർച്ചയിലേക്ക് പോകുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അത് മറ്റുള്ള ടീം ഉയർന്നു പോകുന്നത് കൊണ്ട് മാത്രമല്ല, എത്ര മികച്ച ഫുട്ബോൾ തന്നിരുന്ന ടീമാണ്. റൊണാൾഡോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, റൊണാൾഡീഞ്ഞോ, പലരും, ദുങ്ക, അങ്ങനെ പലരും, ഫുട്ബോൾ ഇതിഹാസം പെലെ, അതേപോലെ ഒരുപാട് പേർക്ക് ജന്മം നൽകിയ ഒരു വശ്യ സൗന്ദര്യം ഫുട്ബോളിനുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ടീമായിരുന്നു ബ്രസീൽ. പക്ഷേ സമീപകാലത്ത് അവരുടെ പ്രകടനം തീർത്തും ഒരു ബ്രസീൽ ഫാനായ എനിക്ക് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാ ബ്രസീൽ ഫുട്ബോളിൽ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നു. ഒരു പുതിയ പരിശീലകൻ വന്നിരിക്കുന്നു. താരങ്ങളുടെ അഭാവമാണോ, മികച്ച പരിശീലകനില്ലാത്തതാണോ ബ്രസീലിൻ്റെ കുഴപ്പം എന്നെനിക്കറിയില്ല. ഒരു തരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോലെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെൻറ്റാണ് തകർക്കുന്നതെങ്കിൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ മികവ് താഴേക്ക് പോകുന്നതിന് ആരാണ് കാരണമെന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നില്ല. വേൾഡ് ക്ലാസ്സിൽ ഹൈലി പ്രൊഫഷണലായി കളിക്കുന്ന കളിക്കാരുണ്ട്. ക്ലബ്ബുകൾക്ക് വേണ്ടി അവർ, വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ളവർ വളരെ മികച്ച ഫോമിൽ കളിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നെ വിമർശിക്കാതെ അതൊക്കെ ഒന്ന് ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുവാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്രസീലിൻ്റെ ഒരു പുതിയ ഫുട്ബോൾ വിശേഷത്തിലേക്ക് കടക്കാം. ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി പ്രശസ്ത ഇറ്റാലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി നിയമിതനായി. നിലവിൽ റയൽ മാഡ്രിഡിന്റെ കോച്ചായ ആഞ്ചലോട്ടി ടീമിനെ നയിക്കാനെത്തുമെന്നും കരാർ ഒപ്പിട്ടെന്നും ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിക്കുകയുണ്ടായി. റയൽ മാഡ്രിഡിന്റെ ലാലിഗ സീസൺ അവസാനിച്ചതിന് ശേഷം ആഞ്ചലോട്ടി ബ്രസീൽ കോച്ചായി ചുമതലയേക്കും. അതേസമയം ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വിദേശിയാണ് ആഞ്ചലോട്ടി. ഡോറിവൽ ജൂനിയറിന്റെ പകരക്കാരനായാണ് ആഞ്ചലോട്ടി ബ്രസീൽ ടീമിലെത്തുന്നത്. ടീമിന്റെ മോശം പ്രകടനങ്ങളെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ഡോറിവെല്ലിനെ ബ്രസീൽ പുറത്താക്കിയത്. 2026 ഫിഫ ലോകകപ്പിനുള്ള ബ്രസീലിലെ യോഗ്യതാ മത്സരങ്ങൾക്ക് ആഞ്ചലോട്ടി ടീമിനെ പരിശീലിപ്പിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൽ 6ാം കിരീടം നേടുകയാണ് ബ്രസീലിന്റെ ലക്ഷ്യം. ജൂൺ 6-ന് ഇക്വഡോറിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരമായിരിക്കും ബ്രസീലിന്റെ പരിശീലകൻ എന്ന നിലയിൽ ആഞ്ചലോട്ടിയുടെ ആദ്യ മത്സരം. 2026 ബ്രസീൽ ലോകകപ്പ് നേടുകയാണെങ്കിൽ $5 ബില്യൺ പ്രതിഫലം വരെ ബ്രസീൽ ടീം ആഞ്ചലോട്ടിക്ക് ഓഫർ ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ബ്രസീൽ ടീം ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, 6ാം ലോകകപ്പ് കിരീടം ബ്രസീൽ മുത്തമിടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മറ്റെല്ലാവരും നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഒന്നുകൂടി പറയുന്നു, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക.